Hi friends, welcome to Competitive Cracker. നമ്മൾ ഇന്ന് സെക്രട്ടറി ഡേസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത്യാഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിക്കുന്നത്. അതായത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 352, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 358, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 359. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ പറയാം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാകുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ആണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ 358 ആണ്. ക്ലിയർ? അപ്പൊ നമുക്കറിയാം അടിയന്തരാവസ്ഥ എന്താണ്. അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ നമ്മുടെ രാജ്യത്തെ എന്താണ് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് നോർമലി നമ്മൾ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുന്ന. അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, രാജ്യത്തിൻ്റെ ഐക്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരം ഇതിനൊക്കെ ഭീഷണി ഉണ്ടാകുന്ന ഏതെങ്കിലും സാഹചര്യം വരുമ്പോഴാണ് ഭരണഘടന എന്ത് പ്രഖ്യാപിക്കാൻ അനുവാദം നൽകുന്നത്? എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അനുവാദം നൽകുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് മോഡലിലേക്ക് ചോദിക്കാം. എന്താണ്? രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത, സുരക്ഷിതത്വം ഇതിനൊക്കെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നോർമലി ഭരണഘടനയെ പറയുന്നുണ്ട് എന്ത് ഡിക്ലെയർ ചെയ്യാം? അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാം. ക്ലിയർ? പക്ക? അപ്പൊ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ചാപ്റ്റർ എത്രാമത്തെ ചാപ്റ്ററിലാണെന്ന് ചോദിച്ചാൽ 18ാമത്തെ ചാപ്റ്ററാണ്. അതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ചാപ്റ്റർ 18 പ്രസ്താവന ശരിയോ തെറ്റോ? പ്രസ്താവന ശരിയാണ് കേട്ടോ. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 18 ആണ്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ 352ാമത്തെ ആർട്ടിക്കിൾ മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിനകത്താണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. എവിടം മുതൽ എവിടം വരെയാണ്? 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 18ാമത്തെ ചാപ്റ്റർ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 18ാമത്തെ ചാപ്റ്റർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ചോദിച്ചാൽ, ഭരണഘടനയിലെ ചാപ്റ്റർ ചോദിച്ചാൽ ഏത് ചാപ്റ്ററാ? 18ാമത്തെ ചാപ്റ്റർ. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 25 ചാപ്റ്റർ ഉണ്ട്. ഭരണഘടന നിലവിൽ വന്നപ്പം എത്ര ചാപ്റ്റർ ഉണ്ട്? 22 ചാപ്റ്റർ ഉണ്ട്. നിലവിൽ നമ്മുടെ രാജ്യം ഡെവലപ്മെന്റ് ആയതിന്റെ ഭാഗമായിട്ട് എന്താണ് ചാപ്റ്ററിന്റെ എണ്ണമൊക്കെ വർദ്ധിച്ച് 22 ചാപ്റ്റർ എത്രയായിട്ട് മാറി? 25 ചാപ്റ്റർ ആയിട്ട് മാറി. 18ാമത്തെ ചാപ്റ്റർ തുറന്നു നോക്കിയാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഏത്? 18ാമത്തെ ചാപ്റ്റർ. ഈ 18ാമത്തെ ചാപ്റ്ററിനകത്ത് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം. ക്ലിയർ? അപ്പൊ 3 ടൈപ്പ് അടിയന്തരാവസ്ഥയുടെ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം, ബേസ് ആണ് 3 ടൈപ്പ് അടിയന്തരാവസ്ഥ. ഒന്നെന്ന് വെച്ചാൽ നാഷണൽ എമർജൻസിയാണ്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 വെച്ച് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 വെച്ച് രാഷ്ട്രപതി ഡിക്ലെയർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് നമുക്കറിയാം ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ഏത് ആർട്ടിക്കിൾ വെച്ച് ഡിക്ലെയർ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നത്? 360 വെച്ചിട്ട്. അപ്പം 3 ടൈപ്പ് അടിയന്തരാവസ്ഥയുണ്ട്, ബേസ് ആണ്.
ഒന്ന്, നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 വെച്ച് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 വെച്ച് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഫിനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 വെച്ച് ആര് പ്രഖ്യാപിക്കുന്നു? രാഷ്ട്രപതി. 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും 3 അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതും ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ടുള്ള ആര് തന്നെ? രാഷ്ട്രപതിയാണ്. ക്ലിയർ. ഇപ്പോൾ ആർട്ടിക്കിൾ 358 ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അടുത്ത പറയാമാണ്. ആർട്ടിക്കിൾ 358 ബന്ധപ്പെട്ട് അപ്പം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യം ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പൊ എപ്പോഴാണോ രാഷ്ട്രപതി നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി കട്ടാകുന്ന ആർട്ടിക്കിളാണ് 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അപ്പൊ ഈ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാകണമെങ്കിൽ ഏത് അനുച്ഛേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്? 358 എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്താണെന്ത്? ആർട്ടിക്കിൾ പ്രകാരമാണ് 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാവുന്നത്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായിട്ട് ഓണാകുന്ന ആർട്ടിക്കിൾ 358 അങ്ങോട്ട് ഓണാകും. ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യം എന്തായി പോകും? കട്ടായി പോകും. ഈ നാഷണൽ എമർജൻസി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ എമർജൻസി ഉണ്ട്, രണ്ടാമത്തെ ഇന്റേണൽ എമർജൻസി ഉണ്ട്. എക്സ്റ്റേണൽ എമർജൻസി എന്ന് വെച്ചാൽ യുദ്ധം അല്ലെങ്കിൽ വിദേശാക്രമണം അല്ലെങ്കിൽ ബാഹ്യാക്രമണം, യുദ്ധം അല്ലെങ്കിൽ ഈ വിദേശാക്രമണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എമർജൻസി. സായുധ വിപ്ലവം മൂലം ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എമർജൻസി. സായുധ വിപ്ലവം മൂലം ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ എമർജൻസി. അപ്പം നമ്മുടെ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാനുണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന് യുദ്ധമാണ്, രണ്ടാമത്തെ വിദേശാക്രമണമാണ്, മൂന്നാമത്തെ സായുധ വിപ്ലവമാണ്. ഇപ്പൊ യുദ്ധം എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധത്തിന് നമുക്ക് മുൻകൂട്ടി എന്തായിരിക്കും? നമുക്ക് അറിവ് കിട്ടും, മുൻകൂട്ടിയൊക്കെ നമുക്ക് മനസ്സിലാവും എന്താണ് മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. വിദേശാക്രമണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഏതെങ്കിലും രാജ്യമുണ്ടല്ലോ, ടെററിസ്റ്റ് പോലുള്ള ഏതെങ്കിലും വിഭാഗക്കാർ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കുന്നതിനാണ് ഈ വിദേശാക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് സായുധ വിപ്ലവം. എന്താണ് സായുധ വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ജനങ്ങള് ഈ തോക്കുകളും വാളുകളും അല്ലെങ്കിൽ ഈ ബോംബുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും മേഖലയിൽ, സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും പ്രദേശത്തോ എന്താണ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്നതാണ് എന്ത്? സായുധ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 358 എന്താണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ കട്ടാകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 358. ഈ ആർട്ടിക്കിൾ 358 പ്രകാരം 19 പറഞ്ഞിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാകണമെങ്കിൽ 2 കാര്യങ്ങളാണ്. യുദ്ധം, വിദേശാക്രമണം മൂലം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ എന്ത് കട്ടാവത്തുള്ളൂ? ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ എക്സ്റ്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാവത്തുള്ളൂ. അതാണ് ആർട്ടിക്കിൾ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്ന 358. സായുധ വിപ്ലവം മൂലം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം കട്ടാവത്തില്ല. പിന്നീട് ആർട്ടിക്കിൾ 358 രാജ്യത്തിന്റെ മുഴുവനായിട്ടും ബാധകമാണ്. ആർട്ടിക്കിൾ 358 പ്രകാരം 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യം രാജ്യത്തിന് മുഴുവൻ ബാധകമാണ് എന്നുള്ള പ്രസ്താവനയും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ക്ലിയർ. അടുത്തത് ഈ ആർട്ടിക്കിൾ 359, രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിളാണ് 359. എന്താണ് ആർട്ടിക്കിൾ 359 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിക്ക് ഈ മൗലിക അവകാശങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഏത് ആർട്ടിക്കിൾ? 359. ഇത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവുന്ന ആർട്ടിക്കിൾ ഒന്നും അല്ല. 359. അപ്പൊ 359 പറയുന്നത് എന്താണ്? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഏത്? 359. ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ പോലും ആ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ റദ്ദ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഏത് ആർട്ടിക്കിൾ തന്നെ?
359. എന്നാൽ 2 ആർട്ടിക്കിള് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് റദ്ദ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ത്യൻ പ്രസിഡന്റിനാണെങ്കിലോ ആർക്കും തന്നെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് 2 ആർട്ടിക്കിൾ റദ്ദ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 20ഉം 21ഉമാണ്. അത് ആർട്ടിക്കിൾ 20ഉം 21ഉം ദേശീയാടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ റദ്ദ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. എത്രാം ഭേദഗതിയാ? 44ാം ഭേദഗതി. വർഷം 1978. വർഷം 1978. 1978 44ാം ഭേദഗതി പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തു, ദേശീയാടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം. പക്ഷെ ഏത് ആർട്ടിക്കിളിൽ തൊടാൻ പാടില്ല? 2 ആർട്ടിക്കിൾ റദ്ദ് ചെയ്യാൻ പാടില്ല. ആ 2 ആർട്ടിക്കിൾ ഏതൊക്കെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉമാണ്. ഈ ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്ത ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ എത്രാം ഭേദഗതിയാണവിടെ? 1978 44ാം ഭേദഗതിയാ. ഈ ഭേദഗതിയുടെ വർഷം പക്കയായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏത് വർഷമാ? 1978. 1978 കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളണം ഏത് അമെൻമെന്റാ? അമെൻമെന്റിന്റെ നമ്പർ 44ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ 42 എന്ന് പറയുന്നൊരു ഭേദഗതി ഉണ്ട്. അതിന്റെ വർഷം ഏത് വർഷം എന്ന് വെച്ചാൽ 1976ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ തിരിയാൻ പാടില്ല. 42ാം ഭേദഗതി എന്ന് വെച്ചാൽ 42ാം ഭേദഗതി ആണെങ്കിൽ ഏത് വർഷമാ? അത് 1976. 44ാം ഭേദഗതി എന്ന് വെച്ചാൽ ഏത് വർഷമാ? 1978. അപ്പൊ സ്റ്റേറ്റ്മെന്റ് മോഡലിലൊക്കെ നിലവിലെ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പം ഈ അമെൻമെന്റിന്റെ നമ്പർ സെയിം ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, പക്ഷേ വർഷമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 52ാം ഭേദഗതി 1985 ആണ്. ഇത് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്. 52ാം ഭേദഗതി 1985. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 52ാം ഭേദഗതി വർഷം 1980 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ അമെൻമെന്റ് പഠിക്കുമ്പോൾ വർഷം പക്കയായിട്ട് പഠിക്കണം, നമ്പരും പക്കയായിട്ട് പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ ഏതാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ എഴുതി ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. വർഷം 1978. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മളെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് നമ്മളെ നിയമത്തിൽ നിന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. എന്നാൽ അടിയന്തരാവസ്ഥ സമയത്തെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം കടമെടുത്തത് ജർമ്മൻ ഭരണഘടനയെന്നാണ്. ജർമ്മനിയുടെ ഭരണഘടനയെന്നാണ് അടിയന്തരാവസ്ഥ സമയത്തെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാ? അത് ജർമ്മനിയുടെ ഭരണഘടനയാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, അത് മറന്നു പോകരുത്. ഈ ആർട്ടിക്കിൾ 359 ഉണ്ടല്ലോ, ആ രാജ്യത്തിന് മൊത്തമായിട്ടും ഭാഗികമായിട്ടും ഒക്കെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 358 രാജ്യത്തിന് മുഴുവനായിട്ടായിരിക്കും കേട്ടോ, രാജ്യത്തിന് മുഴുവൻ ബാധകമായിരിക്കും ആർട്ടിക്കിൾ 358 വെച്ചിട്ടുള്ളതും. ആർട്ടിക്കിൾ 350 പ്രകാരമാണെങ്കിൽ രാജ്യത്തിന് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ന പ്രദേശത്തൊക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം? നിയമം നിർമ്മിക്കാം, അല്ലെങ്കിൽ ഓർഡർ ആർക്ക് ഇറക്കാൻ പറ്റും? ഈ പ്രസിഡന്റിന് ഓർഡർ ഇറക്കി മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും. ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. ഓപ്ഷൻ സി ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം. ഓപ്ഷൻ ഡി ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടത്? പ്രീവിയസ് ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. ഇതാണ് കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാനും സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, ഒന്നാമത്തെ ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്.
രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. മൂന്നാമത്തെ ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ രണ്ട് ഗവൺമെന്റിന് അധികാരമുണ്ട്. ഒന്ന് പാർലമെന്റിനും ഉണ്ട്, രണ്ടാമത്തെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ഭരണഘടനയെന്നാണ്. എന്നാൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഐഡിയ കടമെടുത്ത രാജ്യം ഏതാ? അത് കാനഡയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഏതാണ്? ഓസ്ട്രേലിയ. ഈ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ വിളിക്കുന്ന പേരാണ് അവശിഷ്ട അധികാരങ്ങൾ. എന്താണ്? അവശിഷ്ട അധികാരങ്ങൾ. അപ്പൊ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ ഏതാണ്? ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിനകത്താ? അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസ്യൂജറി പവർ എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ റെസ്യൂജറി പവർ അതല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 248 ഏത് ആർട്ടിക്കിളാണ്? 248. ഈ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ആശയം കടമെടുത്ത രാജ്യവും ഏതു തന്നെ? കാനഡയാണ്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തതും ഏത് രാജ്യത്തു നിന്നാണ്? അതും കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ അവശിഷ്ട അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാൻ അധികാരം പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ്. അവശിഷ്ടാധികാരങ്ങളുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? പാർലമെന്റാണ്. അപ്പൊ ലിസ്റ്റ് ഓർത്തു വെച്ചേക്കണോടെ, 3 ലിസ്റ്റിനോടൊന്ന് ഓർത്തു വെച്ചേക്കണം. 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളൊക്കെ ഏതിനകത്താണ് പ്രതിപാദിക്കുന്നത്? അവശിഷ്ട അധികാരങ്ങളിലാണ്. അവശിഷ്ട അധികാരങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് അനുച്ഛേദമാണ്? അത് 248. ഏത് ആർട്ടിക്കിളാണ്? 248. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്ത് എവിടെ നിന്നാണ്? കാനഡയാണെന്ന് ഓർത്തു വെച്ചേക്കണം. ഈ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണെന്ന് ഓർത്തു വെച്ചേക്കുക. ആ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് 7ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാമത്തെ ഷെഡ്യൂൾ. 7ാമത്തെ ഷെഡ്യൂളിനകത്താണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എന്താണ്? ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാമത്തെ പട്ടികയിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന. അപ്പൊ ഓർത്തു വെച്ചേക്കുക, 3 ലിസ്റ്റുകളുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ക്ലിയർ? അതേ കണക്കിന് സംസ്ഥാന ലിസ്റ്റ് നമുക്കറിയാം. സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്ക് തന്നെ? സംസ്ഥാന ഗവൺമെന്റിനാണ് സംസ്ഥാന ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരം. എന്നാൽ ഈ ദേശീയ അടിയന്തരാവസ്ഥ ഈ സംസ്ഥാന ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിന് സാധിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അതിലൊന്ന് ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്ക് ലഭിക്കും? പാർലമെന്റിന് ലഭിക്കും. രണ്ടാമതായിട്ട് ദേശീയാടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തും സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം ലഭിക്കും. മൂന്നാമത്തെ സാഹചര്യം എന്ന് വെച്ചാൽ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാലും സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ആർക്ക് ലഭിക്കുന്നു? പാർലമെന്റിന് ലഭിക്കുന്നു. നാലാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയാലും സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്ക് ലഭിക്കുന്നു? പാർലമെന്റിന് ലഭിക്കുന്നു. അഞ്ചാമത്തെ അധികാരം അന്താരാഷ്ട്ര ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ആർക്ക് ലഭിക്കുന്നുണ്ട്? ഇന്ത്യൻ പാർലമെന്റിന് ലഭിക്കുന്നുണ്ട്. അപ്പം സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിന് ഏതൊക്കെ സാഹചര്യങ്ങളിൽ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പ്രമേയം പാസ്സാക്കുന്നു. 2 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ. 3 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ. 4 അന്താരാഷ്ട്ര ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വരുമ്പം സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്ക് കിട്ടും? പാർലമെന്റിന് ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് ഓപ്ഷൻ എ പാർലമെന്റിന്റെ ലളിതമായിട്ടുള്ള ഭൂരിപക്ഷം, ഓപ്ഷൻ ബി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം, ഓപ്ഷൻ സി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും, ഓപ്ഷൻ ഡി ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആ. പാർലമെന്റിന്റെ ലളിതമായിട്ടുള്ള സിമ്പിൾ മെജോറിറ്റി മതി എന്ത് പൗരത്വം ഏറ്റെടുക്കൽ അവസാനിക്കൽ എന്നിവയുമായി സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? പാർലമെന്റിന്റെ ലളിതമായിട്ടുള്ള ഭൂരിപക്ഷമാണ്. ക്ലിയർ? അപ്പം എന്താണ് പൗരത്വം? നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ. ഈ പൗരത്വം ഭരണഘടനയുടെ ഏത് ചാപ്റ്ററിലാണ് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ 2ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഭരണഘടന ഇതിൽ നിലവിൽ 25 ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്ററിനെ ഭാഗം എന്ന് വിളിക്കാം, പാർട്ട് എന്നൊക്കെ വിളിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 2ാമത്തെ ചാപ്റ്റർ തുറന്നു നോക്കിയാൽ എഴുതി വെച്ചിട്ടുണ്ട് പൗരത്വം. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിള് 5 മുതൽ 11 വരെയാണ്. 2ാമത്തെ ചാപ്റ്ററിനകത്ത് 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടന പിന്തുടരുന്ന എന്ത് പൗരത്വം എന്ന് ചോദിച്ചാൽ ഏക പൗരത്വമാ. എന്ത് പൗരത്വമാ? ഏക പൗരത്വമാ. ഏക പൗരത്വം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു പൗരത്വം, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൗരന് ഒരു പൗരത്വം. അങ്ങനെ 2 പൗരത്വമൊന്നും ഇന്ത്യയിലെ പൗരനില്ല. ഇന്ത്യക്കും സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യക്കും കേരളത്തിനും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒക്കെ ആയിട്ട് പൊതുവായിട്ടുള്ള ഒരു പൗരത്വമാണ് ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം. ഈ ഏക പൗരത്വം കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാ? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. നമ്മളെ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഈ പൗരത്വം നമുക്ക് എത്ര രീതിയിൽ ഏറ്റെടുക്കാം? എത്ര രീതിയിൽ പൗരത്വം കിട്ടും? എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും? എത്ര രീതിയിൽ പൗരത്വം കിട്ടും എന്ന് ചോദിച്ചാൽ 5 രീതിയിൽ കിട്ടും. എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും എന്നത് ചോദിച്ചാൽ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ ഈ പൗരത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ പൗരത്വം ലഭിക്കുന്നതും പൗരത്വം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഏത് നിയമത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 1955 പൗരത്വ നിയമത്തിലാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് 5 രീതിയിൽ പൗരത്വം ലഭിക്കും, 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. ഈ പൗരത്വം ലഭിക്കുന്നതും നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യം ഏത് നിയമത്തിനകത്താണ് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 1955 പൗരത്വ നിയമത്തിനകത്താണ്. അല്ലാതെ ഈ ആർട്ടിക്കിൾ 5 മുതൽ 11 ഒരു പൗരൻ എങ്ങനെ പൗരത്വം കിട്ടും, എങ്ങനെ പൗരത്വം നഷ്ടപ്പെടും എന്നൊന്നും ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പ്രതിപാദിക്കുന്നില്ല. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ പൗരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ആ സമയത്ത് പൗരത്വം എങ്ങനെയൊക്കെയാണ് നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത്. എന്നാൽ ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം എങ്ങനെയൊക്കെ കിട്ടും, പൗരത്വം എങ്ങനെയൊക്കെ നഷ്ടപ്പെടും എന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് ഏതിനകത്താ? 1955 പൗരത്വ നിയമമാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ചോദിക്കുക, ഓർത്തു വെച്ചേക്കണം കേട്ടോ. 55 പൗരത്വ നിയമത്തിലാണ് പറയുന്നത് എത്ര രീതിയിൽ പൗരന് പൗരത്വം കിട്ടും, എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ എ 1909 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, ഓപ്ഷൻ സി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, ഓപ്ഷൻ ഡി 1947 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ നോക്കിക്കോണം, ഏത് വർഷത്തിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കണക്ട് ചെയ്ത് കിടക്കുന്നത്? അതിന്റെ ആൻസർ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടില് കുറെ ഇൻസ്ട്രക്ഷൻസ് ഗവർണർ ജനറൽമാര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ ഗവർണർമാർക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലുള്ള
നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയിലും കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമ്മൾ മാറി മാറി വരുന്ന എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും എന്ത് ചെയ്യണം, ആ നിയമങ്ങളെല്ലാം നടപ്പിലാക്കണം. അതുമായിട്ടാണ് ഏത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഏതുമായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആക്ടുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 1935 ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ഏതാണ്? 4. ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാ? 36 മുതൽ 51 വരെയാ. ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാ? ആ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 4 പ്രതിപാദിക്കുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ജസ്റ്റിസബിൾ ആണോ നോൺ ജസ്റ്റിസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് എന്താണ്? ജസ്റ്റിസബിൾ അല്ല, നോൺ ജസ്റ്റിസബിൾ ആണ് കേട്ടോ, നോൺ ജസ്റ്റിസബിൾ ആണ്. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, നോൺ ജസ്റ്റിസബിൾ ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിൽ പിന്തുടരുന്നത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജനാധിപത്യമാണ്. നമ്മുടെ രാജ്യം ഭാവിയിൽ വേൾഡിൽ തന്നെ നമ്പർ 1 ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രയ്ക്കും എന്താണ് ആ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതെന്നാ ചോദിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എത്രയാണ്? ബി ആണ്, ആർട്ടിക്കിൾ 311 ആണ്. അപ്പോൾ സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ട് സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ഏത് അനുച്ഛേദം? ആർട്ടിക്കിൾ 311. ആർട്ടിക്കിൾ 311 ആണ് എന്ത്? സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 311. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ന്യൂ ബാച്ച് ജാനുവരി 13 മൺഡേ ആരംഭിക്കുന്നതാണ്. 75 ദിവസത്തെ ടൈം ടേബിൾ ബാച്ചാണ് ആരംഭിക്കുന്നത്. 75 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ബാച്ചാണ് ആരംഭിക്കുന്നത്. കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനലായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.